ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് വരെയുള്ള റൂട്ടിൽ കൂടെ ഒരു യാത്ര പോകാൻ കേട്ടോ. ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 2006 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ഇപ്പോൾ 2026 20 വർഷമായിട്ടും ഒരു പോറൽ പോലും മേൽക്കാത്ത ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന റോഡ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ആ റോഡിൽ അതിൻ്റെ കാഴ്ചകൾ ഒറ്റപ്പാലം മുതൽ പാലക്കാട് വരെയുള്ള റൂട്ടിലൂടെ പോകാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലുള്ളത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് KSRTC ബസ്സിൽ നേരെ പാലക്കാട്ടേക്ക് പോകണം. അപ്പോൾ ആ റോഡിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം. ഈ റോഡ് നിർമ്മിച്ചതേ റോഡ് ബിൽഡർ എന്ന് പറഞ്ഞ മലേഷ്യൻ കമ്പനിയാണ്. അന്നത്തെ കാലത്ത് 1 കിലോമീറ്ററിന് 1 കോടി രൂപയോ മറ്റോ ആയിരുന്നു അത്ര കരാറ്. നല്ല വർക്ക് അന്ന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. റോഡൊക്കെ ശരിക്കും കുഴിച്ച് മാന്തിയിട്ട് പുതിയ സാധനം ഫില്ല് ചെയ്ത് അടിപൊളിയായിട്ടാണ് എന്നിട്ട് അറിയിട്ടുള്ളത്. നല്ല കരുത്തും ഉറപ്പുണ്ട്. നമ്മൾ ഒറ്റപ്പാലം ടൗണിൻ്റെ പുറത്ത് കിടക്കുകയാണ്. നമ്മുടെ അടുത്ത പോയിന്റ് വരുന്നത് ഈസ്റ്റ് ഒറ്റപ്പാലമാണ്. ഇവിടെയും റോഡിന് അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. പല ഭാഗത്തും റോഡ് വേണമെങ്കിൽ 4 വഴിയൊക്കെ ആക്കാനുള്ള വീതിയുണ്ട്. പക്ഷേ ഒരു 2 ട്രാക്ക് ഇടാനുള്ള വരയെ വരച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഈസ്റ്റ് ഒറ്റപ്പാലം എത്തുകയാണ് കേട്ടോ. ഇവിടെ തോടിന് കുറുകെ പുതിയ പാലം ഉണ്ടാക്കുകയാണ്. ഒറ്റപ്പാലം ടൗണിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗത്ത് ഇതുപോലെ വലിയ തോടുകളുണ്ട്. ഈ തോടുകൾക്ക് കുറുകെ പാലമുണ്ട്. ശരിക്കും നല്ല വീതിയിൽ റോഡ് ഇങ്ങോട്ട് വരുമ്പോൾ പാലം എത്തുമ്പോൾ കുടുങ്ങി റോഡ് വീതി കുറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പുതിയ പാലം ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ കിഴക്ക് ഭാഗത്താണ്. പട്ടാമ്പിക്കുള്ള ഡയറക്ഷനിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ ഒരു പാലം ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ചാൽ മുമ്പ് അവിടെ 2 പാലമൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ അവിടെ നല്ല സുഗമമായ ഗതാഗതമാണ്. അപ്പോൾ ഇവിടെ ഈ വീതി കുറവുള്ളത് കൊണ്ടും തൊട്ടടുത്ത് തന്നെ മായന്നൂരിലേക്കിടെ ജംഗ്ഷൻ വരുന്നതുകൊണ്ടൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഈ KSRTC കൂടെ നിരവധി പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പാലക്കാട് ഗുരുവായൂർ റൂട്ട് നിറയെ ബസ്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കയറമ്പാറ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ്. ഇതിനടുത്താണ് കേട്ടോ ഒറ്റപ്പാലത്തെ കേന്ദ്രീയ വിദ്യാലയം ഉള്ളത്. ഈ സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒറ്റപ്പാലത്ത് തന്നെ പാലപ്പുറത്തുള്ള NSS കോളേജ്, അത് കഴിഞ്ഞാൽ പിന്നെ പാലപ്പുറം കാവ് എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് പാലപ്പുറം കാവ് അഥവാ ചെനക്കത്തൂർ കാവ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ്. ഇവിടെ ഗംഭീര ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ. ഇവിടുത്തെ കുതിരകളിയൊക്കെ വളരെ പ്രശസ്തമാണ്. പാലപ്പുറം കാവ് കഴിഞ്ഞാൽ അടുത്ത ഷോപ്പ് ലക്കിടി കൂട്ടുപാതയാണ്. ഇപ്പോൾ നമ്മൾ ഇടതുവശത്ത് കണ്ടത് ലാഡർ സിനിമാസ് എന്നൊക്കെ പറഞ്ഞ വലിയ സിനിമാ തിയേറ്ററും സൂപ്പർ മാർക്കറ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ലക്കിടി കൂട്ടുപാതയാണ് തിരുവല്ലാമലയ്ക്കൊക്കെ
തിരിയുക. ലക്കിടി എന്ന് പറഞ്ഞാൽ അവിടെ പ്രശസ്തനായ കുഞ്ചൻ നമ്പ്യാരുടെ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ലക്കിടി കൂട്ടുപാതയിലെത്തി. വലത്തോട്ട് റോഡ് തിരിയണുണ്ടല്ലേ, അതിൽ കൂടെ പോയാലാണ് തിരുവില്ലാമല. തിരുവില്ലാമല പ്രസിദ്ധമായ പുനർജനി നോയിലും അതിനൊക്കെ പ്രസിദ്ധമാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബെസ്റ്റ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉണ്ട് കേട്ടോ. ലക്കിടി കൂട്ടുപാത കഴിച്ചാൽ പിന്നെ അടുത്ത ഷോപ്പ് വരുന്നത് ലക്കിടി മംഗലമാണ് കേട്ടോ. ലക്കിടി മംഗലത്തിൽ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. അത് ആ റോഡിൽ കൂടെ പോകാന്ന് പറഞ്ഞാൽ ഒരു ഹെയർ പിൻ ബെൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഈ റോഡിന് എന്തെങ്കിലും പോരോ എന്തെങ്കിലും ഒന്ന് ബ്ലോക്കൊക്കെ ആകുമ്പോൾ ആ റോഡ് കൂടെയാണ് നമ്മളെ കടത്തി വിടുക. അതൊരു ബൈപ്പാസ് റോഡാണ്. അതിലൂടെ കയറി കഴിഞ്ഞാൽ നേരെ കുളപ്പള്ളിയിലും വാണിയംകുളത്തൊക്കെ പോയിട്ട് ഇറങ്ങാം. അത് ലക്കിടി മംഗലം, ആ ഷോപ്പിൻ്റെ പേരാണ് ലക്കിടി മംഗലം. ലക്കിടിമംഗലം കഴിഞ്ഞാലേ പിന്നെ അടുത്ത് വരുന്ന ഒരു സ്റ്റോപ്പ് പഴയ ലക്കിടിയാണ്. ഇപ്പോൾ ലക്കിടിമംഗലം തൊട്ട് പഴയ ലക്കിടി വരെയുള്ള ഭാഗത്ത് കണ്ടില്ല, റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. വണ്ടിയൊക്കെ നല്ല സ്പീഡിൽ വിടാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ, ഒരു ഏരിയയാണ്. പിന്നെ ഈ ഒറ്റപ്പാലം ടൗൺ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊതുവെ വണ്ടി നല്ല സ്പീഡിൽ വിടാം. അത് പാലക്കാട് വരെയും നല്ല സ്പീഡിൽ വിടാൻ പറ്റിയ കറക്റ്റ് കണ്ടീഷൻ റോഡ്. യാതൊരു കേടുപാടുകളോ ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുക, നല്ല വീതിയുണ്ട്. പഴയലക്കടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ട് വരുന്ന സ്റ്റോപ്പ് പത്തിരിപ്പാലയാണ്. അവിടെ നിന്ന് പഴയലക്കടിയിൽ നിന്ന് പത്തിരിപ്പാല വരെ പൊതുവെ റോഡ് നല്ല സ്ട്രെയിറ്റുമാണ്, നല്ല വീതിയുണ്ട്, നല്ല സ്പീഡിലും വിടാം. ഇതിപ്പോൾ ടൗൺ ആയതുകൊണ്ട് ചെറിയ സ്പീഡ് കുറവ് സംഭവിക്കും കേട്ടോ. അപ്പോൾ വണ്ടികളൊക്കെ മിക്കവാറും രണ്ട് സൈഡിലൊക്കെ നിറയെ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കുറച്ചൊരു സ്പീഡ് കുറവ് നമുക്ക് അനുഭവപ്പെടും. എങ്കിലും റോഡിന് ശരിക്കും നല്ല വീതിയുള്ള പ്രദേശം തന്നെയാണിത്. അപ്പോൾ നമ്മൾ എത്തുന്ന സ്ഥലമാണ് പത്തിരിപ്പാല.
നമ്മളിപ്പോൾ മങ്കരയ്ക്ക് എത്താറാവാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് റോഡ് കാണാം. ഈ കണ്ടില്ലേ റോഡ്? നേരത്തെ റോഡ് ഇതിൽ കൂടെ ആയിരുന്നു, ഇങ്ങനെ വളഞ്ഞ് വരുമായിരുന്നു. വളഞ്ഞിങ്ങനെ വരുമ്പോൾ നമുക്ക് നേരെ അവിടെ വന്ന് നേരെ ഇപ്പുറത്തായിട്ടുള്ള പാടമാണ്. നേരെ പാടത്തേക്ക് വണ്ടി മറിഞ്ഞു വീണ കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ആക്കി, കുറച്ച് ഈ ചെരിവ് ഇടിച്ച് മണ്ണൊക്കെ ഇടിച്ച് കട്ട് ചെയ്തിട്ട് ഇത് സ്ട്രൈറ്റ് ആക്കി. ആദ്യം വലിയ അപകടങ്ങളും നിരവധി മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഹൈവേ അതിൽ കൂടെ ആയിരുന്നു. പിന്നീട് നിരന്തര പ്രശ്നങ്ങളായതുകൊണ്ട് ഹൈവേ ഇങ്ങനെയാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ട്രൈറ്റായി കിട്ടി, നേരെ സ്ട്രൈറ്റ്. പത്തിരിപ്പാല വിട്ട് കഴിഞ്ഞാൽ മങ്കര വരെയും നല്ല കിട്ടലിനായിട്ട് ഇങ്ങനെ സൂപ്പറായിട്ട് ഇങ്ങനെ പോകാം കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തുന്നത് മങ്കര ടൗണിലാണ്. മങ്കരയിൽ നിന്ന് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് റോഡ് കാണാം കേട്ടോ. ഇതിൽക്കൂടെ പോയാലും പാലക്കാട്ടേക്ക് എത്താം. പൂടൂർ എന്ന് പറഞ്ഞ പ്രദേശം കൂടെ പോവാം. നല്ല ഗ്രാമക്കാഴ്ചകളൊക്കെ ഉണ്ട്. സൂപ്പർ റോഡാണ് കേട്ടോ. അതും ഇത് സ്റ്റേറ്റ് ഹൈവേ നമ്മളിപ്പോൾ പോണ സ്ട്രേറ്റ് റോഡാണ്. റൈറ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ മങ്കര പൂടൂർ റോഡ്. മങ്കര വിട്ട് കഴിഞ്ഞാൽ മങ്കര വെള്ള റോഡ് പറഞ്ഞ ചെറിയ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തെത്തുന്ന സ്റ്റോപ്പ് മാങ്കുറിശ്ശിയാണ് കേട്ടോ. മാങ്കുറിശ്ശി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് തേനൂരാണ്. ഈ ഭാഗത്ത് നല്ല കാഴ്ചകളാണ്. ലെഫ്റ്റും റൈറ്റും നിറയെ പാടങ്ങളാണ്. ലെഫ്റ്റിൽ ദൂരെ കല്ലടിക്കോടൻ മലനിരകൾ കാണാം. റൈറ്റ് സൈഡിൽ റെയിൽവേ ലൈനും കാണാം. മിക്കവാറൊക്കെ പോകുമ്പോൾ അതിൽ കൂടെ ട്രെയിനൊക്കെ പോകണതാണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടില്ലേ, റോഡിൽ ഒരു വര പോലും ഇല്ല. ശരിക്കും നേരെ പോലെ വര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 വര തന്നെ ഇടാം. അതായത് 4 ട്രാക്കായിട്ട് വണ്ടി ഓടിക്കാനുള്ള വീതി ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തേനൂർ എത്തിയിട്ടോ. ഇതിപ്പോൾ നമ്മൾ പാലക്കാടിനോട് വളരെ അടുത്തിരിക്കുകയാണ്.
തേനൂർ കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന സ്ഥലം പറണി ചെക്ക് പോസ്റ്റാണ്. പണ്ട് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ചെക്ക് പോസ്റ്റ് എന്നുള്ള പേരാണ് ഇത് അറിയപ്പെടുന്നത്. പറളി ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡുണ്ട്. ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നേരെ മുണ്ടൂരെത്തും. മുണ്ടൂരെത്തി കഴിഞ്ഞാൽ NH-966 പോയി കയറാം. പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേക്ക് എന്ന് കയറാം. ഓക്കെ, ഇതോടെ ലെഫ്റ്റിലേക്കുള്ള റോഡാണ് അത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ ഈ വേറെ ഷോപ്പ് പറളി കടവുണ്ട്, പറളി ചന്തപ്പുര. അപ്പോൾ പറളിയും കഴിഞ്ഞാൽ നേരെ പിന്നെ എടത്തറ. അപ്പോൾ പാലക്കാടിലേക്ക് വീണ്ടും വീണ്ടും അടുക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് റെയിൽവേ ലൈനാണ്. അടുത്ത് തന്നെ ഭാരതപ്പുഴ കൈവഴിയായ കൽപ്പാത്തിപ്പുഴ മുകളിൽ കൂടെയും നമ്മളിങ്ങനെ കടന്നു പോകും. ട്രെയിൻ ദൂരെ കാണാം. ഇതിപ്പോൾ പറളി കടവ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ഇവിടെയും വണ്ടി നിർത്തും. അടുത്ത് തന്നെ കൽപ്പാത്തിപ്പുഴയുടെ മുകളിൽ കൂടെ നമ്മൾ വണ്ടി പോകും. കഞ്ചേരിക്കാവ് കല്ലേക്കാട് മുൻപത്തെ 5-ാം മൈൽ ഇടത്തറ. ഇവിടെയൊക്കെ കണ്ടില്ലേ, നല്ല വീതി ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 4 ലൈനൊക്കെ ഇവിടെ ഉണ്ടാക്കാം. ഇത് ടാറിങ് കഴിഞ്ഞിട്ട് വീണ്ടും ലെഫ്റ്റും റൈറ്റിലും വീണ്ടും ഗവൺമെൻറ് ലാൻഡ് തന്നെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും 4 വരി ട്രാക്കൊക്കെ
ഗംഭീരമായിട്ട് ഉണ്ടാക്കി അടിപൊളി നാഷണൽ ഹൈവേയുടെ ഭംഗിയിൽ തന്നെ ഈ റോഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അങ്ങനെ പ്രൊജക്റ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഭൂമി ഇവിടെ ഉണ്ട് ഉണ്ടോ വീട്ടിൽ. ഇവിടെ ഇപ്പോൾ സൈഡിൽ രണ്ടും വര വരച്ചിട്ടുണ്ട്, നടുക്കും വരണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും കണ്ടോ വീണ്ടും സ്ഥലമുണ്ട് ഇവിടെ. നമുക്ക് ഇനി വേണമെങ്കിൽ ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് വലുതാക്കി ഡെവലപ്പ് ചെയ്താക്കി എടുക്കാനൊക്കെ പറ്റും.
പറളി വിട്ട് എടത്തറ കഴിഞ്ഞു കല്ലേക്കാട് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പാലക്കാട് ടൗണിലേക്ക് കിടക്കണ്ട. അതിപ്പോൾ മേപ്പറമ്പ് ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ ഹൈവേ ഏകദേശം അവസാനിക്കാറായി. ഇതുണ്ട് അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് നേരെ പാലക്കാട് ടൗണിലേക്ക് കയറി പോകാം. അല്ലെങ്കിൽ നേരെ ഈ ബസ്സൊക്കെ നേരെ താറിന് പോകും, നേരെ പോയിട്ട് മേലാമുറി എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഉള്ളിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരവക്കോട് എത്തും കേട്ടോ. അതിപ്പോൾ നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിലേക്ക് വണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് ടൗണിൽ എത്തി. ഇപ്പോൾ ഇതുവരെ കണ്ട കിടിലനായ റോഡ്, അതാണ് നമ്മുടെ കാഴ്ച. ആ കാഴ്ച കാണാനാണ് നമ്മൾ ഇത്ര നേരം പ്രയത്നിച്ചത് കേട്ടോ. കിടിലൻ നല്ല വീതിയുള്ള സൂപ്പർ റോഡാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പാലക്കാട് ടൗണിലേക്ക് കടന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മേലാമുറി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ നമ്മുടെ ഹൈവേയുടെ എൻഡ് പോയിൻ്റ് എവിടെയാണ്. ഇവിടെ നിന്ന് ഇപ്പം നേരെ ടൗണിലേക്ക് കയറാണ് കേട്ടോ. റൈറ്റ് തിരിഞ്ഞ് നേരെ ടൗണിലേക്ക് കയറി. ഇനി അടുത്ത മേഴ്സി കോളേജിൻ്റെ സ്റ്റോപ്പുണ്ട്, പിന്നെ നൂറണി, പിന്നെ നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് വണ്ടി പോവുക. അപ്പോൾ നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയുടെ കാഴ്ചകളിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി എന്ന് കരുതുന്നു. ഓക്കെ, ഏവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.